കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ്. സ്കൂളിലെ PTA, മദർ PTA. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് കുന്നത്തുനാടിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ PV ശ്രീനിജൻ സാറാണ്. ഒരു ക്ലീഷേ ഡയലോഗ് അല്ല പ്രിയങ്കരനായ MLA എന്നുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹം പ്രിയങ്കരൻ തന്നെയാണ്. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സഹായമാണ് അദ്ദേഹം ഇവിടെ വാഗ്ദാനം ചെയ്തത് ഇവിടുത്തെ സ്വാഗത സംഘം നടന്നപ്പോൾ തന്നെ. അപ്പോൾ ഒരു പഴന്തോട്ടം മോഡൽ ഇവിടെ ഉണ്ടാക്കി. ഇപ്പൊ കോലഞ്ചേരി സബ് ജില്ലാ ഫെസ്റ്റിവലിലെ പഴന്തോട്ടം മോഡൽ ഇപ്പൊ എവിടെയും ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. ഏത് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞാലും പഴന്തോട്ടത്തിന്റെ അത്രയും ആയില്ലല്ലോ എന്നുള്ള ഒരു വാക്ക് അവിടെ വരാറുണ്ട്. അതിന് പ്രധാന കാരണക്കാരനായിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ MLA തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഇന്ററാക്ട് ചെയ്യുകയും വളരെ വേറിട്ട വ്യത്യസ്തമായ ശൈലികളിലൂടെ ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് ഉദ്ഘാടകനായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ നിയമ, വ്യവസായ, വാണിജ്യ, കയർ വകുപ്പ്. ഞാൻ അദ്ദേഹത്തെ നോക്കിയത് 2-3 വകുപ്പുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എറണാകുളത്തിന്റെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ P. രാജീവ് സാറാണ്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയും പോലെ ഒരു ബഹളങ്ങളിലോ ഒന്നും ഇടപെടാതെ സ്വതന്ത്രമായ ഒരു വ്യക്തിത്വമോ രൂപപ്പെടുത്തി, ഒരു രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും വളരെ വ്യത്യസ്തമാണ്. നാടിൻ്റെ, നാട്ടുകാരുടെ, അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തിൽ നിന്ന് ലോകം വരെ എത്തത്തക്ക രീതിയിൽ പല പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം 2021 വർഷം നമ്മളുടെ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രിൻസിപ്പലായിട്ട് ആകെ 3-4 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വീണ്ടും അദ്ദേഹം എത്തിയിരിക്കുന്നത് നമ്മളുടെ അടുത്ത ഒരു നാഴികക്കല്ലിന് നമ്മളോടൊപ്പം നമ്മളുടെ സഖാവായിട്ടാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ 2 കോടി രൂപ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിച്ച് ആ കെട്ടിടത്തിൻ്റെ പണി സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഇവിടുത്തെ PTA-യോടത്തും ഇവിടുത്തെ അധ്യാപകരുടെടുത്തും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അടുത്തുമാണ്. കാരണം നിങ്ങളുടെ ഒരു സഹായമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്കൂളിൻ്റെ പണി ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ ആ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടറുടെ അടുത്ത് നിങ്ങൾ കാണിച്ച സഹകരണം, അതോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നന്ദി പറയേണ്ട മറ്റൊരാൾ ഒരു നിയോഗം പോലെ നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഞാൻ പഠിച്ച സ്കൂളിന് അനുവദിച്ച ഫണ്ടാണ് 2 കോടി രൂപ. പക്ഷേ അവിടെ സ്ഥലപരിമിതി മൂലം ആ ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ആ ഫണ്ട് നമുക്ക് അനുവദിച്ചത്. അതുകൊണ്ട് പ്രത്യേകം രാജീവ് മിനിസ്റ്റർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇപ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 30 ലക്ഷം രൂപയുടെ BPCLൻ്റെ ഒരു പദ്ധതി ഇവർക്ക് ഗ്രൗണ്ടിന് വേണ്ടി, അതുപോലെ ഒരു മഞ്ജുഷ ഇപ്പോൾ മിനിസ്റ്ററുടെ അടുത്ത് ഞാൻ വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററുടെ അറിവിലേക്ക്, സാർ ഞങ്ങളുടെ സ്കൂളിന് 1 ഏക്കർ 80 സെൻറ്റ് കളിസ്ഥലമുണ്ട്. ആ സ്ഥലത്ത് യാതൊരുവിധ സൗകര്യങ്ങളില്ലാതെ കിടക്കുകയാണ്. താങ്കൾ ഇടപെട്ട് ഞങ്ങളുടെ MLA ആയിട്ട് സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. മയൂക സജി, +2 വിദ്യാർത്ഥിനി, സയൻസ്. ആ കുട്ടിയോടെ ഒന്ന് വരാമോ? അപ്പോൾ 30 ലക്ഷം രൂപയാണ് ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടി 50 ലക്ഷം രൂപ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതായത് നിങ്ങൾ തന്ന സഹകരണത്തിന് ഞാൻ എല്ലാവരോടും, ഇവിടെ നമ്മുടെ അച്ഛൻ, തിരുമേനി, PTA, അങ്ങനെ ഓരോ ആളുകളോടും പ്രത്യേകം നന്ദി പറയുകയാണ് എന്ന്. അതുപോലെ മെസ്സിയുടെ ജേഴ്സിയിട്ട നിങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ട കായിക താരങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നിലവിളക്കം കൊടുത്തി ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വർണ്ണക്കൂടാരം അതും ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഇന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ പല നല്ല കാര്യങ്ങളും അധികം വാർത്തയിൽ ചർച്ചകളിലും വരാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണാനിടയില്ല. ഇന്ത്യയിലെ സ്കൂളുകളുടെ നിലവാരത്തിൽ ഈ വർഷത്തെ റാങ്കിങ്ങിൽ കേരളം ആദ്യമായി 2ാം സ്ഥാനത്തേക്ക് എത്തി. നമ്മൾ എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ നിലവാരം കുറച്ച് കുറവാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. പഞ്ചാബും നമ്മളും തമ്മിൽ ചെറിയൊരു വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം പോയത്. 2ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. കഴിഞ്ഞ ദിവസം വന്ന റാങ്കിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 5ാമത്തെ റാങ്ക് കേരള യൂണിവേഴ്സിറ്റിക്കാണ്. 6ാമത്തെ റാങ്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്കാണ്. കോളേജുകളും നല്ല രീതിയിൽ തന്നെ ആദ്യത്തെ 100-ൽ തന്നെ ഇടം കിട്ടാൻ സാധ്യമായി. വേറൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്കയെ തന്നെ പിന്നിലാക്കി ലോകത്തിൽ 1ാം സ്ഥാനത്തെത്തിയെന്നുള്ളതാണ്. ഇതൊക്കെ ഈ ചരമക്കൂടത്തിൻ്റെ താഴെ വരുള്ളൂ പത്രത്തിൽ. മറ്റേ ചാനലിലൊന്നും മിന്നി പറയുന്ന വാർത്തയെ പോലും ഇടം കിട്ടിയെന്ന് വരില്ല. അവിടെ ന്യൂസ് അവറിലൊക്കെ ഇങ്ങനെ തകർത്ത് ചർച്ച വേറെയായിരിക്കും. ഇപ്പോൾ ലോകത്തിന് അത്ഭുതമായിട്ടാണ് കേരളം മാറിയിരിക്കുന്നത് എല്ലാ മേഖലയിലും. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ MLA എല്ലാ സ്കൂളിലേക്കും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എത്തിച്ചു കഴിഞ്ഞു. കുന്നത്നാടിൻ്റെ സമഗ്ര വികസനത്തിന് ചീനിജിനെ പോലെ സംഭാവന ചെയ്തൊരു MLA ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാനിടയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എളുപ്പത്തിലുള്ളതല്ല. പല വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ച് നല്ല മികവാർന്ന രീതിയിലേക്ക് മണ്ഡലത്തിലെ സ്ഥാപനങ്ങൾ മാറ്റാൻ കഴിയും. പിന്നെ മെസ്സിയുടെ ആരാധകരുടെ അത്ര കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 10ാം നമ്പർ ജേഴ്സിക്കാരാണ് ഇവിടെ എല്ലാം. അർജന്റീന ജേഴ്സിയിലാണ് ഉണ്ടാവുന്നത്. പിന്നെ MLA സ്പോർട്സ് കൗൺസിലിൻ്റെ ആൾ കൂടി ആയതുകൊണ്ട് കായിക പ്രേമത്തിന് കൂടുതലായിരിക്കില്ല. എന്തായാലും വർണ്ണക്കൂടാരം കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിക്കുമ്പോൾ സഹായം. കഴിഞ്ഞ ദിവസം ഞാൻ അത് MLAക്ക് ആലോചിക്കാവുന്നതാണ്. ഒരു LP സ്കൂളിൽ അധികം ഫണ്ടില്ല, ഹെൽത്ത് കിറ്റ്സ് ചെറിയ കാര്യം 3 ലക്ഷം 4 ലക്ഷം രൂപ നമ്മൾ ചെയ്ത് 10 ലക്ഷത്തിലാണ്. ഇപ്പോൾ അതൊന്നുകൂടി എങ്ങനെ നിൽക്കാം, നമ്മൾ പ്രായം കുറച്ച് കഴിയുമ്പോൾ നടുവേദന വരുന്നു. ചെറുപ്പത്തിൽ എങ്ങനെ നിൽക്കാമെന്ന് പഠിക്കുക, മസിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി തന്നെയാണ് സ്കൂളുകളിൽ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് 50 ലക്ഷമാണ് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. നല്ല രീതിയിൽ കായിക മേഖലയിൽ വളരാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റധിക കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഉദ്ഘാടനമുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് കോതമംഗലം മൂവാറ്റൂർ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളതാണ്. എന്തായാലും കുന്നത്നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ
വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനായ എം.എൽ.എ. PV ശ്രീനിധനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അതുപോലെ ഇവിടുത്തെ അധ്യാപകർ സമർപ്പണത്തോടുകൂടി എല്ലാവരും ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നാണ് കുറച്ച് സമയം അവരുമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെയും നോൺ ടീച്ചിങ് സ്റ്റാഫ്, രക്ഷകർത്തൃ സമിതി, പിന്നെ സ്കൂളിന് ഫണ്ട് സ്ഥലം കൊടുത്ത തിരുമേനി ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ അച്ഛൻ, നമ്മുടെ പ്രധാനപ്പെട്ട എൽദോസൻ നമ്മളവിടെ അടുപ്പുള്ള ആളാണ്. എൽദോസൻ പറഞ്ഞു, അദ്ദേഹം നേരത്തെ പറഞ്ഞ് പിന്നെ സ്കൂളിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പ്രധാനിയായിട്ടുള്ള നമ്മുടെ ഇടപ്പെടുത്തിയിലൂടെ ഇവരെല്ലാവരും ഈ വിദ്യാലയത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതെ, നേരത്തെ ഇടപ്പെടുത്തി രക്ഷണം സ്വീകരിച്ചിട്ടാണ് ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനത്തിന് തന്നെ വന്നത്. എന്തായാലും നിങ്ങളുടെ ശ്രമങ്ങൾ ഇനി മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും മിടുക്കലും മിടുക്കികളുമായി മാറാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ച് ഈ ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട കോൺട്രാക്ടർക്കുള്ള ഉപഹാരം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നൽകുന്നു. സമയബന്ധിതമായി ഏറ്റവും ആത്മാർത്ഥതയോടെ ആരും സൂപ്പർവൈസ് ചെയ്യാനില്ലാതെ അദ്ദേഹം തന്നെ സൂപ്പർവൈസ് ചെയ്ത് അദ്ദേഹം തന്നെ മനോഹരമായി ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും ആധുനികമായ രീതിയിൽ നമ്മുടെ ഈ കെട്ടിടം നിർമ്മിച്ചു തന്ന ബഹുമാനപ്പെട്ട ശ്രീ KM മുഹമ്മദ് KM കോൺട്രാക്ടർ അവർക്കുള്ള മൊമെന്റോ ഇപ്പോൾ മന്ത്രി നൽകുകയാണ്. കൂടാതെ വർണ്ണക്കൂടാരം പദ്ധതി പൂർത്തീകരിച്ചു തന്ന ന്യൂ ഇന്ത്യ പ്രവർത്തകനായിരിക്കുന്ന ഉനൈസ് അവർക്ക് ബഹുമാനപ്പെട്ട MLA മൊമെന്റോ നൽകുന്നു. അതുപോലെ വർണ്ണക്കൂടാരത്തിന്റെ ചിത്രങ്ങൾ വരച്ചു തന്ന മനു CAയ്ക്കും ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട MLA മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. മനു CA ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എത്തിച്ചേർന്നെന്നറിയും. ഒരിക്കൽ കൂടി ഈ മനോഹരമായ പ്രവർത്തന പദ്ധതികൾ പൂർത്തീകരിച്ചെന്ന മുഹമ്മദ് KM കോൺട്രാക്ടർക്കും അതുപോലെ വർണ്ണക്കൂടാര പദ്ധതി മനോഹരമാക്കി തീർത്തുന്ന ഏറ്റവും ആദരണീയമായ ഉനൈസ് അവറുകൾക്കും ചിത്രം വരച്ചു തന്ന മനു CAയ്ക്കും സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു.